ചൈന അപൂർവ ഭൗമമൂലക കാന്തങ്ങളുടെ കയറ്റുമതിയിൽ പെട്ടെന്ന് നിയന്ത്രണങ്ങൾ വരുത്തിയത് മൂലം ഇന്ത്യയിലെ വാഹന നിർമ്മാണം കടുത്ത ഭീഷണി നേരിടും. ഇത് ദിവസങ്ങൾക്കുള്ളിൽ രാജ്യത്തെ കാർ ഉൽപാദനം പൂർണ്ണമായും നിലയ്ക്കാൻ ഇടയാക്കുമെന്നും റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഈ കാന്തങ്ങൾ ഇലക്ട്രിക് വാഹന മോട്ടോറുകളിൽ മാത്രമല്ല, പവർ വിൻഡോകൾ, ഓഡിയോ സിസ്റ്റങ്ങൾ തുടങ്ങിയ എല്ലാ കാർ ഭാഗങ്ങളിലും ഉപയോഗിക്കുന്ന സുപ്രധാന ഘടകങ്ങളാണ്. ഈ അപൂർവ ഭൗമമൂലക കാന്തങ്ങളുടെ ആഗോള സംസ്കരണ ശേഷിയുടെ 90% നിയന്ത്രിക്കുന്നത് ചൈനയാണ്. ഈ കാന്തങ്ങളിൽ വലിയൊരു പങ്കും ഇന്ത്യ ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇവ ഇറക്കുമതി പ്രക്രിയയ്ക്ക് അംഗീകാരങ്ങളും സർട്ടിഫിക്കറ്റുകളും ആവശ്യമാണ്. ചൈനയുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഇന്ത്യ നൽകാൻ തുടങ്ങിയതിനു ശേഷം കാറുകളിലും മറ്റ് ഇലക്ട്രോണിക്സുകളിലും ഉപയോഗിക്കുന്ന കാന്തങ്ങളുടെ ഇറക്കുമതി ചൈനയിൽ നിന്നും പുനരാരംഭിച്ചതായി വിവിധ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഓരോ ചരക്കിനും 1 എന്ന കണക്കിന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ഏകദേശം 30 സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയെന്ന് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. ഈ കാന്തങ്ങൾ പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയോ US-ലേക്ക് വീണ്ടും കയറ്റുമതി ചെയ്യുകയോ ഇല്ലെന്ന് ഈ സർട്ടിഫിക്കറ്റ് സ്ഥിരീകരിക്കുന്നുണ്ട്. ചൈനയുടെ നിയന്ത്രണങ്ങൾ മൂലം കാറുകളുടെ ഉൽപാദനം നിർത്തലാക്കുന്നത് ആസന്നമായിരിക്കുമെന്നും വ്യവസായ മേഖലയിലുള്ളവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഓട്ടോ പാർട്സ് നിർമ്മാതാക്കളുടെ കൈവശമുള്ള അപൂർവ ഭൗമമൂലക കാന്തങ്ങളുടെ ശേഖരം മെയ് അവസാനത്തോടെ തീർന്നു പോകുമെന്നും പുതിയ സാധനങ്ങൾ ലഭിക്കുന്നതിനുള്ള ശ്രമകരമായ പ്രക്രിയ കാരണം കാർ നിർമ്മാണത്തിൽ തടസ്സമുണ്ടാകുമെന്നും കമ്പനി എക്സിക്യൂട്ടീവുകളെയും വ്യവസായ ഗ്രൂപ്പുകളിൽ നിന്നുള്ള രേഖകളെയും ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ലോകത്തിലെ 3ാമത്തെ വലിയ കാർ വിപണിയിൽ വരാനിരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാൻ ചൈനയുമായി ഇടപെടാനും സമ്മർദ്ദം ചെലുത്താനും സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏപ്രിൽ ഏർപ്പെടുത്തിയ തീരുവകൾക്ക് മറുപടിയായിട്ടാണ് ചൈന 7 അപൂർവ ഭൗമമൂലകങ്ങളുടെ കയറ്റുമതിക്ക് നിയന്ത്രണങ്ങൾ വരുത്തിയത്. ഈ നിയന്ത്രണം ആഗോള കാർ നിർമ്മാണത്തെ ഒന്നടങ്കം ബാധിക്കും. കമ്പനികൾ ചൈനീസ് അധികൃതരിൽ നിന്നും ഇറക്കുമതി പെർമിറ്റ് നേടണമെന്ന് ആവശ്യപ്പെടുന്നതാണ് പുതിയ നിയമം. ഉയർന്ന പ്രകടനമുള്ള കാന്തങ്ങളെയാണ് പ്രധാനമായും നിയന്ത്രണങ്ങൾ ലക്ഷ്യമിടുന്നതെങ്കിലും പുതിയ നിയമങ്ങൾ എങ്ങനെ നടപ്പാക്കണമെന്നതിനെ കുറിച്ചുള്ള ആശയക്കുഴപ്പം കാരണം താഴ്ന്ന നിലവാരത്തിലുള്ള കാന്തങ്ങളുടെ കയറ്റുമതിയും തടസ്സപ്പെട്ടിരിക്കുന്നു. ഫോക്സ് വാഗന്റെ വിതരണക്കാരുൾപ്പെടെ ചില ചൈനീസ് കാന്ത നിർമ്മാതാക്കൾക്ക് ചൈന കയറ്റുമതിക്ക് അംഗീകാരം കൊടുത്തു. എന്നാൽ ന്യൂഡൽഹിയും ബെയ്ജിങ്ങും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുന്ന സ്ഥിതിക്ക് അനുമതിക്ക് കാലതാമസം വരുമോ എന്ന ആശങ്ക 3 കാർ നിർമ്മാണ കമ്പനികളുടെ എക്സിക്യൂട്ടീവുകൾ പങ്കുവച്ചു. കയറ്റുമതി നിയന്ത്രണങ്ങൾ വന്ന ശേഷം ആദ്യ മാസത്തെ കണക്ക് ലഭ്യമായ ഏപ്രിലിൽ ചൈനയുടെ പെർമനന്റ് മാഗ്നറ്റുകളുടെ കയറ്റുമതി കഴിഞ്ഞ വർഷം ഇതേ മാസത്തെ അപേക്ഷിച്ച് 51% കുറഞ്ഞ് 2626 ടണ്ണിലെത്തി. ഇന്ത്യ വാഹന നിർമ്മാണ മേഖല മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷം 460 ടൺ അപൂർവ മൂലക കാന്തം ഇന്ത്യ ഇറക്കുമതി ചെയ്തു. കൂടുതലും ചൈനയിൽ നിന്നാണ്. വ്യവസായത്തിലെ കണക്കുകൾ പ്രകാരം ഈ വർഷം 700 ടണ്ണിന്റെ ഇറക്കുമതിയാണ് പ്രതീക്ഷിക്കുന്നത്.